നമസ്കാരം. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ? അങ്ങനെ ചിന്തിച്ച് എപ്പോഴും അതേക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ശരിയാവാനാണ് സാധ്യത. കാരണം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അധികവും അകന്നകന്ന് പോകുന്നു, അല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരാനും പറ്റും. അത് പിന്നീട് ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടു പോകാത്ത രീതിയിൽ നമ്മുടെ കൂടെ നിർത്താനും കഴിയും. അതിന് നിങ്ങൾക്ക് താല്പര്യം ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അതുപോലെ ചെയ്ത ആ ആൾ തിരിച്ച് തീർച്ചയായിട്ടും വരികയും ചെയ്യും. ഇത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന കാര്യം ശരിയാണോ എന്നറിയാൻ നിങ്ങളോട് തുടക്കത്തിൽ നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന വ്യക്തികൾ പിന്നെ നിങ്ങളുടെ മെസ്സേജിനൊക്കെ വളരെ വൈകിയും വളരെ കുറഞ്ഞ സമയവുമായി റിപ്ലൈ തരുന്നതും, നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ലാത്ത അവസ്ഥയും, പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ കുറ്റപ്പെടുത്തുന്നതും ദേഷ്യപ്പെടുന്നതുമായ അവസ്ഥ. ആദ്യമൊക്കെ സ്ഥിരം വിളിച്ചിരുന്നവർ 2 ദിവസം കൂടുമ്പോൾ ആഴ്ചയിലൊക്കെ ഒരു വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ച് പോവുക, അങ്ങനത്തെ ഒക്കെ അവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ആ കാര്യം ശരിയായിരിക്കാനാണ് 90% സാധ്യത. കാരണം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നകന്നു പോവുകയാണ്. നിങ്ങളിൽ നിന്ന് എന്താഗ്രഹിച്ചാണോ വന്നത് അതൊന്നുകിൽ അയാൾ നേടിയെടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ആ കാര്യം നടക്കില്ല, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മുടെ അടുത്തേക്ക് അടുക്കുന്നത്. പക്ഷെ നമുക്കത് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അവരുടെ സംസാരം വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളത് യഥാർത്ഥ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കും. അവരുടെ വാക്കുകളൊക്കെ അങ്ങനെ ആയിരിക്കും. നമ്മൾ കരുതും ആ ആൾക്ക് എന്നോട് സ്നേഹം തന്നെ ആയിരുന്നു, പക്ഷേ ഇപ്പം എന്തോ സംഭവിച്ചു പോയതാണ്. അങ്ങനെയല്ല, അവരെന്തോ ലക്ഷ്യം വെച്ച് വന്നത്. ആ ലക്ഷ്യം അതല്ലെങ്കിൽ ആത്മാർത്ഥത ഉണ്ടായിട്ടില്ല നിങ്ങളോട്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ തെറ്റ് പറ്റിയാൽ പോലും അത് ക്ഷമിക്കാൻ അവർ തയ്യാറാവും. അതില്ലാതെ ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പോ മറ്റ് വേറെ എന്തെങ്കിലും കാരണം, അവരുടേതായ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്കോ അവർ നീങ്ങുന്നത് കൊണ്ടാണ്. അപ്പോൾ അവരെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.